സാധാരണക്കാരിൽ സാധാരണക്കാരനായ പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഷാൻ. ചെറുപ്പം മുതൽ തന്നെ അച്ഛനില്ലാതെയായിരുന്നു ഇവൻ വളർന്നത്. എന്നാൽ അച്ഛനില്ലാത്ത വിഷമം കാണിക്കാതെയായിരുന്നു തന്റെ വയ്യാത്തമ്മ അവനെ നോക്കിയിരുന്നത്. സ്വന്തമായി വീട്ടുപേരിലില്ലാത്തതിനും സ്വന്തമായി അച്ഛനില്ലാത്തതിനും ഗ്രാമത്തിലെ കുട്ടികളിൽ നിന്നും ശാസനവും കളിയാക്കലുകളും സഹിക്കുന്നവനാണവൻ. എന്നത്തെയും പോലെ അവനെ കളിയാക്കുകയായിരുന്നു ചില കുട്ടികൾ. പെട്ടെന്ന് അവന്റെ അച്ഛനെ ഓർമ്മ വന്നു. അവന്റെ കാതുകളിൽ കടലിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് വീഴുന്ന തുള്ളികളായിരിക്കാം ഒരുപക്ഷെ അവന്റെ ചുറ്റും ഒരു ഷീൽഡ് പോലെ ആ വെള്ളം അവനെ വലയം വെച്ചു. ഇത് കണ്ടു കുട്ടികളാകെ ഭയപ്പെട്ടു. പക്ഷേ ഇതെല്ലാം കണ്ടു പിറകിൽ ഒരാളുണ്ടായിരുന്നു. അവനറിയില്ല അത് അവന്റെ മുൻഗാമിയാണെന്ന്. ഇവനെ ഇങ്ങനെ ഒരു ശക്തിയുള്ളത് കണ്ട് ഇവൻ തന്നെ അമ്പരന്നു. അപ്പോഴാണ് ആ മുൻഗാമി അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിച്ചു. ഹേ മകനെ, ഇത് നിന്റെ ശാപമല്ല, വരമാണ്. നീ എന്റെ കുലത്തിന്റെ ഒരു പിൻഗാമി മാത്രം. ഓർക്കുക, നീയല്ല, നമ്മൾ കടലിന്റെ മക്കളാണ്. ഇതും പറഞ്ഞുകൊണ്ട് ആ മുത്തശ്ശൻ അവിടുന്ന് മാഞ്ഞുപോയി. ഇവന് കിട്ടിയ ഈ ശക്തി അവൻ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. പെട്ടെന്ന് ഗ്രാമത്തിന്റെ മുകളിലുള്ള ഡാം വിള്ളൽ വീഴുകയും അത് പൊട്ടുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ അവൻ തന്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ട്രെയിനിങ് ചെയ്യുകയായിരുന്നു. ഈ കടൽ പോലെയുള്ള വെള്ളം തന്റെ ഗ്രാമത്തിലെ ജീവനെ വേട്ടയാടാൻ വന്നു. ഗ്രാമവാസികൾ ഇത് കണ്ട് ഭയന്നു ഓടുകയായിരുന്നു. ഈ ജലത്തിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ കേൾക്കാമായിരുന്നു. എന്നെ ഉപയോഗിച്ച് ഒരു വാളുണ്ടാക്ക്, പിന്നെ ഒരു ഫീൽഡും. ഇവനിത് എന്തിനാണെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഇവരുടെ നിലവിളി ശബ്ദം അവന്റെ കാതിൽ പതിയെ മുഴങ്ങി. അവന് എന്തോ ഒന്ന് ശരിയല്ലെന്ന് തോന്നിയിരുന്നു. അവൻ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് ഓടി. അടിച്ചുവരുന്ന ജലത്തിൽ അവൻ പെട്ടു. തുടർന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ ചിക്കു മീഡിയ.